ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ബൈറ്റ്സ്. ലാസ്റ്റ് വീഡിയോ ഞാൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നത്. എല്ലാ ഡീറ്റെയിൽസും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിക്കാവുന്ന എല്ലാ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതിൻ്റെ തന്നെ പാർട്ട് 2 ആണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത്. ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഇപ്പോൾ ഒരു 2 years ആയിട്ട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ദാറ്റ്സ് വൈ ഐ എം ഫോക്കസിങ് മോർ ഓൺ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. ബിക്കോസ് ആ ഒരു 4 മാർക്സ് നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്, റൈറ്റ്? സോ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ നോക്കുന്നത്. ലാസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ, ദാറ്റ്സ് ഫോർ ഷുവർ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായി. ദാറ്റ് വാസ് അപ്പോൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റിസർച്ച്. സോ അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കുറച്ച് നല്ല ഗുണങ്ങളായിരിക്കും പറയാൻ പോകുന്നതെന്നുള്ളത്. സോ നമ്മൾ ഇത്രയും ഒരു 10-25 വയസ്സായില്ലേ, ആ ഒരു 25 വയസ്സിനുള്ളിൽ നമുക്കറിയാം അറ്റ്ലീസ്റ്റ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് തന്നെ ഒരു മൈൻഡിൽ ഒരു കണക്കൂട്ടലുണ്ടാവും, റൈറ്റ്? സോ അതുപോലെ തന്നെ ജസ്റ്റ് നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് തന്നെ പറയാം. ഇപ്പോൾ സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തേണ്ടത് കുറച്ച് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ആ ഒരു സിസ്റ്റമാറ്റിക് വേയിലാണ് ഒരു ക്ലാസ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ സ്കൂളുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലയിടത്ത് 8 periods അല്ലെങ്കിൽ 9 periods അക്കോർഡിംഗ് ടു ഒരു ടൈം ടേബിൾ വെച്ചിട്ടായിരിക്കും ആ ഒരു സ്കൂള് ഫോളോ ചെയ്തു പോകുന്നത്. മനസ്സിലായോ? അതൊരു സിസ്റ്റമാറ്റിക് വേ ആണ്. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്, റൈറ്റ്? ഒരു പ്രോസസ്സിനെയാണ് സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്. ജസ്റ്റ് ഞാനീ പറയുന്ന ഓരോ പോയിൻറ്റ്സിൻ്റെ ജസ്റ്റ് ഒരു സിംഗിൾ ലൈനിൽ നിങ്ങളതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കി വെച്ചാൽ മതി. ദാറ്റ് വിൽ ബി ഇനഫ്. ബിക്കോസ് നമ്മളുടെ ഈ കേരള സെറ്റ് എക്സാമിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ കീവേഡ്സ്, ഈ പോയിൻറ്റ്സുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സിംഗിൾ സെൻറ്റൻസിൽ അതിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഓക്കെ, next point we have discussed is empirical. Empirical means that based on concerned with verifiable by observation or experience rather than the theory. അതായത് തിയറിയിലേക്ക് കൂടുതലല്ല നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, എംപിരിക്കൽ ഫോമിലാണ്. അതായത് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ എക്സ്പെരിമെൻറ്റ്. നമ്മളിപ്പോൾ എന്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്? റിസർച്ചിൻ്റെ മീനിങ് എന്താ? റീസേർച്ച്. നമ്മളൊന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. അണ്ടർസ്റ്റുഡ്? നമ്മൾ നമ്മൾ സെർച്ച് ചെയ്ത് വെച്ചാൽ കുറച്ച് നോളജും കുറച്ച് ഇൻഫർമേഷൻസും നമ്മുടെ കയ്യിലുണ്ട്. അതിന് കുറച്ചും കൂടെ ഡെപ്തായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നതിനെയാണ് ഈ റിസർച്ച് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ്, റൈറ്റ്? സോ അതുകൊണ്ടാണ് റിസർച്ചിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എംപിരിക്കൽ എന്നുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആഡ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ക്രിട്ടിക്കൽ. ക്രിട്ടിക്കൽ ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ രീതിയിലും എല്ലാ സൈഡിൽ നിന്നും നമ്മൾ നോക്കി ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് യൂസ്ഡ് സോ ദാറ്റ് ദ റിസർച്ചേഴ്സ് ഷുഡ് ബി ഫ്രീ ഫ്രം എനി എറേഴ്സ്. എല്ലാ രീതിയിലും നമ്മൾ വളരെ ക്രൂഷ്യലായിട്ട് തന്നെ എല്ലാ ലെവലും നമ്മൾ നോക്കി നമുക്ക് ഉറപ്പ് വരുത്തിയാൽ മാത്രം നമുക്ക് ആ ഒരു റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ആ ഒരു അനാലിസിസിനെയാണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ദ നെക്സ്റ്റ് വൺ ഇസ് ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി ഇസ് സിമ്പിൾ, അതായത് ഫ്രീ ഫ്രം പേഴ്സണൽ വാല്യൂസ് ആൻഡ് ബിലീവ്സ് ഓഫ് ദ റിസർച്ച്. ഒരു റിസർച്ച് എപ്പോഴും പേഴ്സണൽ വാല്യൂസും അതുപോലെ തന്നെ ബിലീവ്സിൽ നിന്നും ഫ്രീ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. നമുക്കൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഡൗട്ടോ അങ്ങനെ ഫീൽ ചെയ്ത് നമ്മളൊരു റിസർച്ച് ചെയ്യരുത്. അതെല്ലാം ഫ്രീ ആയിരിക്കണം, ഫ്രീ ഫ്രം ഓൾ അതർ നെഗറ്റീവ്സ്, റൈറ്റ്? എപ്പോഴും ഒരു റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ഇൻറ്ററപ്റ്റ് റിസൾട്ട്സ്. അത് കറക്റ്റായിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കണം നമുക്ക് തരേണ്ടത്. ഓക്കെ, ഒരിക്കലും നമ്മൾ ഒരു റിസർച്ചിൻ്റെ റിസൾട്ട്സിനെ ഇൻറ്ററപ്റ്റ് ചെയ്യരുത്. Okay, now moving to the next one is accuracy. Accuracy means that simple, that is free from errors ഉണ്ടാവാൻ പാടില്ല. You should be carefully selected. Attention should be paid at every step to avoid these errors. നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ആക്യുറേറ്റ് റിസൾട്ട്. ഇപ്പോൾ
എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അത് അതിൻ്റെ ആ ഒരു ഫോർമാറ്റാണ്, അത് അതിൻ്റെ ഒരു ആക്യുറേറ്റ് റിസൾട്ടാണ്. മനസ്സിലായോ? സോ ദാറ്റ് ഇസ് ആക്യുറസി. ആ ഒരു കറക്റ്റ് ആൻസറാണ് നമ്മൾക്ക് അവിടെ കിട്ടേണ്ടത്. ഓക്കെ, ദെൻ വി ഹാവ് എ പോയിൻ്റ് ആസ് ലോജിക്കൽ. അതായത് ഒരു ഗുഡ് റിസർച്ച് എപ്പോഴും ലോജിക്കലായിരിക്കണം. അതായത് the research, this makes the research more meaningful and decision making effective. ഒരു മീനിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം നമുക്ക് റിസർച്ചിൽ ഉണ്ടാവുന്നത്. ദെൻ വി ഹാവ് ഡിസ്കസ് ദാറ്റ് ഗുഡ് റിസർച്ച് ഷുഡ് ബി റിയലിസ്റ്റിക് ആയിരിക്കണം. സം റിയൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കണം നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ PhD ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ഈ കൂട്ടത്തിലുണ്ടാവുമായിരിക്കും, റൈറ്റ്? സോ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം PhD എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ റിയലായിട്ട് നടക്കുന്ന ഒരു സംഭവത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ PhD ചെയ്യുന്നത്. ഓക്കെ, സോ a good research should be realistic and it should deal with some real problems of the world. So the results will be realistic. അതാണ് അതിൻ്റെ ആ ഒരു സംഭവം. Then we have discussed validity. That is, it implies the conclusion drawn from the study are correct. നമ്മൾ ആ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻസ് കറക്റ്റാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു സ്റ്റേജിനെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. വാലിഡിറ്റി എൻഷോഴ്സ് ദ ആപ്ലിക്കബിലിറ്റി ഓഫ് ദ റിസർച്ച്. ആ ഒരു റിസർച്ച് അതിൻ്റെ ഉള്ളിൽ ആപ്ലിക്കബിൾ ആണ് എന്നുള്ള ഒരു എൻഷുർ ചെയ്യുന്നതാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. കൺക്ലൂഷൻ ഡ്രോൺ ഫ്രം ദ റിസർച്ച് ആർ ആപ്ലിക്കബിൾ ടു ദ റിയൽ ലൈഫ് പ്രോബ്ലംസ് ഓൺലി ഇഫ് ദേ ആർ വാലിഡ്. അവർ വാലിഡ് ആണെങ്കിൽ മാത്രമേ നമുക്കതൊരു റിയൽ ലൈഫ് പ്രോബ്ലംസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അണ്ടർസ്റ്റുഡ്? Then we have discussed reliability. Reliable research always produce similar results each time. എല്ലാ ടൈമും അവർ സിമിലർ ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെൻ ദ പ്രൊസീജിയേഴ്സ് ആർ ടെസ്റ്റഡ് ഓൺ ദ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് സിമിലർ സാമ്പിൾസിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ടെസ്റ്റുകളായിരിക്കും വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്കൊരു റിലയബിൾ ആയിട്ടുള്ള ഏകദേശം സിമിലർ ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. That's it. And we have discussed on rigorous. Rigorous means that which is strictly applied or adhered to or extremely thorough and careful. നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ലാതെ സ്ട്രെയിറ്റ് ഓൺ എന്നുള്ള രീതിയിലേക്ക് ചെക്ക് ചെയ്യുന്നതിനെയാണ് റിഗറസ് എന്ന് പറയുന്നത്. സോ ഒരു റിസർച്ച് എപ്പോഴും കളക്റ്റിംഗ് ഡേറ്റ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് റിസൾട്ട്സ്, അതിൻ്റെ ഇടയിൽ ഒരു മാൽ പ്രാക്ടീസസോ ഒന്നും പാടില്ല. ഒരു റിഗ്രസ് റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് റിലയബിൾ ആൻഡ് ആക്യുറേറ്റ് ഡേറ്റ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മീനിങ് ഫുൾ കൺക്ലൂഷൻ. നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ മീനിങ് ഫുള്ളായിട്ടുള്ള കൺക്ലൂഷനും നമുക്ക് കിട്ടിയിരിക്കണം. അതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള എയിം, അത് തന്നെയാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഫോക്കസ്. I hope it's clear, right? So the next one is credible. Credible എന്ന് പറയുമ്പോൾ it deals with the trustworthiness. ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഗുഡ് വിൽ ഓഫ് ദ കമ്പനി, അവർക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്, ആ ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ട്രസ്റ്റ് വേർതി, ദാറ്റ്സ് ഇറ്റ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 8 പോയിൻറ്റ്സോളം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ സിസ്റ്റമാറ്റിക് പറഞ്ഞു. സിസ്റ്റമാറ്റിക് എന്താണ്? ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് ഓൺ എംപിരിക്കൽ. എംപിരിക്കലിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈക്വൽ ടു ഇട്ടിട്ട് ഒന്ന് എഴുതിക്കോളൂ. എംപിരിക്കൽ മീൻസ് എക്സ്പീരിയൻസ്, നമുക്ക് തന്നെ പേഴ്സണൽ കിട്ടുന്ന എക്സ്പീരിയൻസിനെയാണ് എംപിരിക്കൽ. ഞാനിപ്പോൾ പറയുന്ന പോയിൻറ്റ്സ് അതിൻ്റെ മീനിങ്സാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ കേരള സെറ്റിൻ്റെ എക്സാമിന് എവിടെയെങ്കിലും ഞാൻ ഈ പറയുന്ന പോയിൻറ്റ്സ് യൂസ്ഫുള്ളായിരിക്കും. ദാറ്റ്സ് ഫോർ ഷുവർ, 100% ഷുവർ. ഓക്കെ, സോ വി ഹാവ് ഡിസ്കസ്ഡ് ദ നെക്സ്റ്റ് വൺ ആസ് ക്രിട്ടിക്കൽ. ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ അനാലിസിസ് എല്ലാ നുക്ക് ആൻഡ് കോർണറിലും നല്ല ക്രിസ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഒബ്ജക്റ്റിവിറ്റി. ഈ ഒബ്ജക്റ്റിവിറ്റിയും ആക്യുറസിയും ഏകദേശം സിമിലറാണ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ വാല്യൂസും അതുപോലെ തന്നെ ബിലീഫ്സും നിന്നൊക്കെ ഫ്രീ ആക്കുന്നതാണ് ഒബ്ജക്റ്റിവിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ആക്യുറസി എന്ന് പറയുന്നത് ഫ്രീ ഫ്രം എറേഴ്സാണ്. കണ്ടോ, അവർ തമ്മിലൊരു ലിങ്ക് ഉണ്ട്. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് ഓൺ ലോജിക്കൽ. ലോജിക്കൽ എന്ന് പറയുന്നത് ഒരു റിസർച്ചിനെ നമുക്ക് മീനിങ് ഫുൾ ആക്കാം, ഒരു ഡിസിഷൻ മേക്കിംഗ് എഫക്റ്റീവ് ആക്കാം. ഞാനിപ്പോൾ പറയുന്ന ഓരോ വേർഡിനും, ഇപ്പോൾ ഞാനിപ്പോൾ സിസ്റ്റമാറ്റിക് പറഞ്ഞു, എംപിരിക്കൽ പറഞ്ഞു, ക്രിട്ടിക്കൽ പറഞ്ഞു, ഒബ്ജക്റ്റിവിറ്റി പറഞ്ഞു, അങ്ങനെ ഓരോന്നിനും ഒരു കീവേഡ്സ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു പീപ്പിൾ. അണ്ടർസ്റ്റുഡ്?
ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് ഓൺ റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് സം റിയൽ പ്രോബ്ലംസ് ഓഫ് ദ വേൾഡ് ആയിട്ട് നമുക്കൊന്ന് തട്ടിച്ച് നോക്കാം എന്ന് പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്. ഒരു റിയലിസ്റ്റിക് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് ഓൺ വാലിഡിറ്റി, അതായത് വാലിഡിറ്റി എൻഷുർ ചെയ്ത റിസർച്ച് ആണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്, നമുക്കത് കണ്ണു പൂട്ടി വിശ്വസിക്കാം. അതാണ് ഈ വാലിഡിറ്റി എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് റിലയബിലിറ്റിയിൽ എന്താ സിമിലർ ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് നമ്മൾക്ക് കിട്ടുന്നത് എന്നുള്ളൊരു കീവേഡ് നമ്മൾ നോക്കി. ആൻഡ് ദ നെക്സ്റ്റ് വൺ വാസ് റിഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു അണുവിട ഇതില്ലാതെ, അതായത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ കറക്റ്റായിട്ട് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തു പോകുന്നതിനെയാണ് റിഗ്രസ് എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് ദ ലാസ്റ്റ് പോയിൻ്റ് ആസ് ക്രെഡിബിലിറ്റിയിൽ നമ്മൾ പറഞ്ഞു ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് ദ റിസർച്ചിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന്. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റിസർച്ച് കംപ്ലീറ്റ് ചെയ്തു. സോ വി ഹാവ് ഡിസ്കസ്ഡ് ഇപ്പോൾ 2 ടോപ്പിക്സ് നമ്മുടെ കവർ ചെയ്തു. ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ കവർ ചെയ്തു, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റിസർച്ച് നമ്മൾ കവർ ചെയ്തു. ഹാപ്പി? ദാറ്റ്സ് ഇറ്റ്. എനിക്ക് എല്ലാ പോർഷനും കൂടെ ഒറ്റയടിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് മോർണിംഗ് സെഷൻ ഈവനിങ് സെഷൻ എന്നുള്ള രീതിയിൽ 2 വീഡിയോസ് ഇടുന്നത്. സോ ഇഫ് യു പീപ്പിൾ ആർ സ്കിപ്പിംഗ് എനി വൺ, just check our YouTube channel Commerce Bytes and do watch all the videos, because ഈ വീഡിയോസ് സ്കിപ്പ് ആക്കണ്ട, നിങ്ങൾക്ക് അത് ഒരു ബുദ്ധിമുട്ടാവും പിന്നെ ഫോളോ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമുക്കൊരു കുട്ടി ടോപ്പിക്ക് നോക്കാം വിച്ച് ഇസ് സംവാട്ട് ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ ആ ഒരു പ്രൊഫൈസിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മെത്തേഡ്സ് ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട്, ബിക്കോസ് ഞാനിത് ഇപ്പോൾ ആഡ് ചെയ്യാൻ കാരണം നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു സെയിം സംഭവം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ്സ് സ്മോൾ, നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റിയതാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് മെത്തേഡ്സ് ഓഫ് റിസർച്ചിൽ കുറച്ച് റിസർച്ചുകളുണ്ട്. അതായത് എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, വിച്ച് ഡിസ്ക്രൈബ്സ്. ഓക്കെ, പിന്നെ നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഈ 2 റിസർച്ചും എക്സ്പെരിമെൻ്റൽ റിസർച്ചും ഹിസ്റ്റോറിക്കൽ റിസർച്ചും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്ലീസ് ബി കോൺസെൻട്രേറ്റഡ് ആൻഡ് ഫോക്കസ്ഡ്. ഓക്കെ, Maybe this time the question may be asked on experimental research, കാരണം ഈ ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ച് കുറച്ചധികം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു കീവേഡ് ഉണ്ട്. എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾ ദാറ്റ് ഈസ് ടെസ്റ്റഡ് ബൈ പെർഫോമിംഗ് എക്സ്പെരിമെൻറ്റ്സ് ഇൻവോൾവിംഗ് മാനിപ്പുലേഷൻ ഓഫ് സ്റ്റിമുലി, എൻവയൺമെൻറ്റ് ഓർ ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഈ ഒരു ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് ഫസ്റ്റ് പോയിൻ്റ്. ദ സെക്കൻഡ് പോയിൻ്റ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അണ്ടർസ്റ്റുഡ്? പിന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഈ 3 കീവേഡ്സ് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അത് ഉറപ്പിച്ചോ എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഇത് നിങ്ങൾക്കുള്ള ബോണസ് ടിപ്പാണ്. ഓക്കെ, സോ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, which is the research which have the relationship between 2 or more variable that is tested by performing experiments involving manipulation of stimuli, environment or an independent variable. Okay, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇസ് ടെസ്റ്റഡ് അണ്ടർ കൺട്രോൾഡ് സെറ്റിങ്സ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടുള്ള ഒരു റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെരിമെൻ്റൽ റിസർച്ച് തന്നെയാണ്. അതായത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റൽ റിസർച്ച്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു പീപ്പിൾ വിൽ ബി ഡെഫിനറ്റ്ലി ഗിവിങ് യുവർ ആൻസർ ആസ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. അതിൻ്റെ കീവേഡ്സ് ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് എന്ന് പറയുമോ, ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു പോയിൻ്റ്, അതായത് കീവേഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പം ഞാൻ എപ്പോഴും പറയാറില്ലേ, ടുവേർഡ്സ് ദ എൻഡ് നിങ്ങൾ കീവേഡ് സെർച്ച് ചെയ്യണം. ആ ഒരു കീവേഡ് സെർച്ച് ചെയ്യുന്ന സമയത്ത് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് എക്സ്പെരിമെൻ്റൽ റിസർച്ച് തന്നെയായിരിക്കും. ദാറ്റ്സ് ഫോർ ഷുവർ. പിന്നെ ഇപ്പം ഞാൻ വേറെ ഒരു റിസർച്ച് പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
റിസർച്ച് വിച്ച് ഈസ് എക്സാമിനിങ് ദ പാസ്റ്റ് ഇവൻറ്റ്സ്. നമ്മളുടെ ഹിസ്റ്ററി പോലെ തന്നെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത്, നിങ്ങളെപ്പോഴും ഒരു റിസർച്ചിൻ്റെ പേര് നിങ്ങൾക്ക് കിട്ടിയില്ല. ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. ഈ കീവേഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ, അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇവിടെ നോക്കിയേ, ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ചൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഇറ്റ് ഈസ് ദ റിസർച്ച് കണ്ടക്റ്റഡ് ടു എക്സാമിൻ ദ പാസ്റ്റ് ഇവൻറ്റ്സ്. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന്. കാരണം ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ് പാസ്റ്റ് ഇവൻറ്റ്സ്, അതാണ് അതിൻ്റെ കീവേഡ്. അണ്ടർസ്റ്റുഡ്? ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾ നിസ്സാരമായിട്ട് കേരള സെറ്റിൻ്റെ എക്സാം പാസ്സാവും. ദാറ്റ്സ് ഫോർ ഷുവർ 100%. ഓക്കെ. പിന്നെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ഒപ്പം കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അത് ഞാൻ ആഡ് ഓൺ ചെയ്യാം. അതായത് നോ എക്സ്പെരിമെൻറ്റ്സ് ക്യാൻ ബി പെർഫോംഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച്. ഈ ഒരു റിസർച്ചിന് നമുക്ക് എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം അതൊരു ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ്, ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്, പാസ്റ്റ് ഇവൻറ്റ്സ് ആണ്. അണ്ടർസ്റ്റുഡ്? നമുക്ക് ജസ്റ്റ് ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിയാം എന്നല്ലാതെ ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ച് കൊണ്ട് വേറെ നമുക്ക് യൂസസ് ഒന്നുമില്ല. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു പോയിൻ്റ്, ഒരു കീവേഡായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതാണ്, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരു റെഡിങ് തന്നെ വെച്ച് മാർക്ക് ചെയ്തോളൂ. അതായത് ക്രിറ്റിസിസം ഓഫ് ഡേറ്റ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മേ ബി ദ ക്വസ്റ്റ്യൻ മേ ബി ആസ്ക്ഡ്, നമുക്കറിയില്ല. അൺഎക്സ്പെക്റ്റഡ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം, റൈറ്റ്? സോ അതിൻ്റെ ഉള്ളിൽ മേ ബി ദ ക്രിറ്റിസിസം ഓഫ് ഡേറ്റ വിച്ച് റിസർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, റൈറ്റ്? That's all for now. Let's see in the next video. Till then, work hard and study well. Thank you.